Hi there, I'm Rani. Welcome to my YouTube channel Lesson Apply. അപ്പോൾ ഇന്നത്തെ ലെസണിൽ നമ്മൾ പഠിക്കുന്നത് എന്താ പറയുക ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ടുള്ളത് ഡിഡ് അല്ലേ. ക്വസ്റ്റ്യൻ വേർഡ് വന്നാൽ ഡിഡ് വെച്ച് ഏത് ക്വസ്റ്റ്യൻ വേർഡ് വന്നാലും റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുന്നതാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഡിഡ് തന്നെ നമുക്ക് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിട്ട് വരും അല്ലേ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസർ അത് ആ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മുടെ ആൻസർ വിൽ ബി ഈതർ യെസ് ഓർ നോ, അങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പം അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് WH ക്വസ്റ്റ്യൻ ആണോ ഇനി അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. അപ്പം WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ WH ക്വസ്റ്റ്യൻ ഇതിനകത്ത് കാണും, ലൈക്ക് വോട്ട്, വെച്ച്, വെയർ, ഹൗവും WH തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കണ്ടാൽ നമുക്കറിയാൻ പറ്റും അത് ക്വസ്റ്റ്യൻ വേർഡാണ്, ക്വസ്റ്റ്യൻ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ, അതിൽ WH ക്വസ്റ്റ്യൻ. ഇനിയിപ്പം അതല്ല, നമുക്ക് ഈ പറഞ്ഞ മാതിരി യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. അപ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മളതിനെ ഗ്രാമാറ്റിക്കലി ഒക്കെ പറയുമ്പോൾ ഓക്സിലറി വെർബ്സ് അല്ലെങ്കിൽ മോഡൽ വെർബ്സ് ഒക്കെ കൊണ്ട് തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് അങ്ങനെ പറയാതെ യെസ് ഓർ നോ കൊടുത്ത് ആൻസർ ചെയ്യാമോ എന്ന് നമ്മൾ നോക്കുക. ഓക്കെ, നമ്മൾ ഒത്തിരി ട്രിക്കി ആയിട്ടാണ് പഠിക്കുന്നത്, നമ്മൾ ഒരുപാട് ഗ്രാമാറ്റിക്കൽ റൂൾസ് ഒന്നും പറഞ്ഞ് നിങ്ങളെ എന്താ പറയുക പഠിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇത്തിരി ഈസി ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഡിഡ് വെച്ച് വരുന്നത് ചെയ്യുന്നതാണ് ഇന്നത്തെ ലെസണിൽ നോക്കുന്നത്. നമുക്ക് നേരെ ലെസണിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ലെസണിൽ റിപ്പോർട്ടഡ് സ്പീച്ച് നമ്മൾ ഡിഡ് വെച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത്. പക്ഷേ ഈ ഡിഡ് വെച്ച് തന്നെ യെസ് ഓർ നോ ആൻസർ വരുന്ന, യെസ് അല്ലെങ്കിൽ നോ ആയിരിക്കും എൻ്റെ ആൻസർ വരുന്ന ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന് നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയും. നേരത്തെ നമ്മൾ ചെയ്തത് WH ക്വസ്റ്റ്യൻസ്, ക്വസ്റ്റ്യൻ വേർഡ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതും അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഫോർമുല ഇത്രയേ ഉള്ളൂ, ഡിഡ് പ്ലസ് V1 നമുക്ക് ഹാഡ് പ്ലസ് V3 ആണ്. പക്ഷെ വേറെ കുറച്ച് ചേഞ്ചസ് ഉണ്ട്. ഡിഡ് പ്ലസ് V1 വന്നാൽ നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത് ഹാഡ് പ്ലസ് V3. അത് ഹാഡ് കഴിഞ്ഞുകൊണ്ട് V3 വരണം. അപ്പോൾ ഇങ്ങനെ ഒരു ഫോർമുലയ്ക്ക് വേണ്ടിയിട്ട് ഹാഡ് പ്ലസ് V3 എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കൂ. ദ ടീച്ചർ സെഡ് ടു മീ ഡിഡ് യു ഫിനിഷ് ദ പ്രൊജക്റ്റ് ഓൺ ടൈം. ഓക്കെ, അപ്പോൾ നമ്മളോട് ആരെങ്കിലും ഇങ്ങനെ ചോദിക്കുന്നത് ഡിഡ് യു ഫിനിഷ് ഇറ്റ് ഓൺ ടൈം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും, യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയും അല്ലേ. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ഡിഡ് പ്ലസ് V1 ആണ്, ഹാഡ് പ്ലസ് V3 ആണ്, വെർബ് ചേഞ്ച്, അതിനൊരു മാറ്റമില്ല. പക്ഷെ നമ്മൾ ഇതിനകത്ത് ഇഫ് അല്ലെങ്കിൽ വെതർ ആഡ് ചെയ്ത് കൊടുക്കണം. അതാണ് നമുക്ക് കണക്റ്റിംഗ് വേർഡായിട്ട് വർക്ക് ചെയ്യും, ഇഫ് ഓർ വെതർ. മോസ്റ്റ് കേസസിൽ ഇഫ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വെതർ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ഫോർമൽ സിറ്റുവേഷൻസോ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ്സിനെ പറ്റി പറയുമ്പോഴൊക്കെ ആയിരിക്കും കൂടുതലും വെതർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ഇഫ് തന്നെ എടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, അതായിരിക്കും കുറച്ചുകൂടെ കറക്റ്റ്. നമുക്ക് നോക്കാം അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ആൻസർ ചെയ്യേണ്ടത്. നമുക്ക് വെർബ് ചേഞ്ച് അറിയാം. അപ്പോൾ ടീച്ചർ സെഡ് ടു മീനെ കൊടുത്തിട്ടുള്ളൂ. നമുക്ക് എങ്ങനെ എഴുതണം, ദ ടീച്ചർ ആസ്ക്ഡ് മീ. അത് കഴിഞ്ഞ ഉടനെ നമുക്ക് കണക്റ്റിംഗ് വേർഡായിട്ട് നമുക്ക് ഇഫ് കൊടുക്കാം. ഇഫ് എന്നോട് ചോദിച്ചായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഹോൾ ക്ലാസ്സിനോട് ചോദിച്ചിട്ട് എടുക്കാം. ഇപ്പോൾ എന്നോട് ചോദിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇഫ് കഴിഞ്ഞ ഉടനെ നമുക്ക് സബ്ജക്റ്റ് പ്രോനൗൺ ആരാണ്, ഐ. എന്നോട് ചോദിക്കുമ്പോൾ ഞാനാണ് അല്ലേ, ഡിഡ് യു ഫിനിഷ് എന്ന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇഫ് ഐ ഡിഡ് പ്ലസ് V1 ഫിനിഷ്ഡ് അത് നമുക്കറിയാം, ഹാഡ്. അപ്പോൾ ഇഫ് ഐ ഹാഡ് ഫിനിഷ്ഡ് the project on time. നമുക്ക് സ്പീച്ച് മാർക്കേഴ്സ് വേണ്ട, ക്വസ്റ്റ്യൻ മാർക്ക് വേണ്ട, കോമ ഒന്നും വേണ്ട, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ വേണ്ട. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണോ, അതായത് റിപ്പോർട്ടഡ് സ്പീച്ച് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. അതായത് അതിൻ്റെ ആൻസർ ക്വസ്റ്റ്യൻ വേർഡ് ചേർന്നിട്ട് വരുമ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ആൻസറായിട്ട് വി ഹാവ് ടു ഗിവ് സം എക്സ്പ്ലനേഷൻസ് അല്ലേ. ഇത് നമുക്ക് സിമ്പിളായിട്ട്
ഇങ്ങനെ ആൻസർ പറയാം, യെസ് അല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞ് ജസ്റ്റ് ആൻസർ ചെയ്യാം. സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇഫ് ചേർത്ത് കൊടുക്കണം. ബാക്കി നമ്മൾ നേരത്തെ പഠിച്ച ക്വസ്റ്റ്യൻ, അതായത് WHO ക്വസ്റ്റ്യൻ ടൈപ്പ് ഡിഡ് വരുന്നത് സെയിം തന്നെയാണ്. അതായത് പിന്നെ നമുക്ക് വേണ്ടത് സബ്ജക്റ്റ് പ്രോനൗൺ വരണം, സബ്ജക്റ്റ് വരണം, അത് കഴിഞ്ഞ ഉടനെ ഹാഡ് V3, ഹാഡ് പ്ലസ് V3. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. ഇത് നിങ്ങൾക്ക് വളരെ ഈസിയായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് എക്സാമ്പിൾസ് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു കോൺവെർസേഷൻ മോഡലാണ്. രണ്ടുപേർ ജെയിംസ് ഈതൻ അവർ തമ്മിലൊരു കോൺവെർസേഷൻ. അപ്പം ജെയിംസ് ഈസ് ആസ്കിങ് ടു ഈതൻ, അല്ല, ഡിഡ് യു അറ്റൻഡ് ദ സെമിനാർ? ഈതൻ റിപ്ലൈഡ് യെസ് ഐ ഡിഡ്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഡിഡ് യു അറ്റൻഡ് ദ സെമിനാർ എന്ന് ചോദിച്ചാൽ യെസ് അല്ലെങ്കിൽ നോ അല്ലേ? അപ്പോൾ ജെയിംസ് ആസ്ക്ഡ് ഈതൻ. അപ്പോൾ നമുക്കങ്ങനെ എഴുതാം, ജെയിംസ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ജെയിംസ് ആസ്ക്ഡ് ഈതൻ. ഇനി എന്ത് വേണം? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ഇഫ് വേണം അല്ലേ? അപ്പോൾ ഇഫ് എന്താണ്? ജെയിംസ് ഈതൻ. അപ്പോൾ ജെയിംസ് ഈതനോടാണ് ചോദിക്കുന്നത്. ഈതൻ ഒരു മെയിൽ ജെൻഡറാണ്. സോ നമുക്ക് എന്ത് കൊടുക്കാം? ഇഫ് ഹി. ഇഫ് കഴിഞ്ഞ ഉടനെ സബ്ജക്റ്റ് പ്രോനൗൺ വരണം, ഹാഡെന്ന് വരരുത്. അപ്പോൾ ജെയിംസ് ആസ്ക്ഡ് ഈതൻ ഇഫ് ഡിഡ് പ്ലസ് അറ്റൻഡ്, ഇതായിരിക്കും V2 അറ്റൻഡ്, V3 അറ്റൻഡ്. അപ്പോൾ ഇഫ് ഹി ഹാഡ് അറ്റൻഡ്, attended the seminar. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിഡ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ, അത് ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ ആയാലും യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയാലും നമ്മുടെ പാറ്റേൺ എന്താണ്? ഹാഡ് പ്ലസ് V3 ആണ്. വളരെ എളുപ്പമായില്ലേ? അപ്പോൾ ഇതങ്ങോട്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ നമ്മൾ കണക്റ്റിംഗ് വേർഡായിട്ട് ഇഫ് ചേർക്കണം. മറ്റേ ക്വസ്റ്റ്യൻ വേർഡിലാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ വേർഡ് ഇറ്റ് സെൽഫാണ്. സോ അത് കഴിഞ്ഞ ഉടനെ, ഇപ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് ആണെങ്കിൽ അത് കഴിഞ്ഞ ഉടനെ സബ്ജക്റ്റ് ആരാണെന്ന് മനസ്സിലാക്കി അത് കൊടുക്കണം. അതേസമയം ഇവിടെ കണക്റ്റിംഗ് വേർഡ് ഇഫാണ്. സോ നമ്മൾ ഉടൻ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് സബ്ജക്റ്റ് കൊടുത്തോണം. പകരം നിങ്ങൾ ഹാഡ് ഹീന്ന് എഴുതുകയാണെങ്കിൽ ആൻസർ തെറ്റിപ്പോവും. ഓക്കെ, അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് മനസ്സിലായി. കാരണം കുട്ടികൾക്ക് ഇത് വളരെ ഡിഫിക്കൽട്ടാണ്, ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. സോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഒരു ഡൗട്ടും ഇല്ല, നമുക്ക് സ്വർണ്ണ ക്വസ്റ്റ്യൻ ആയാലും WHO ക്വസ്റ്റ്യൻ ആയാലും ഡിഡ് വന്നോ നമുക്ക് ഹാഡ് പ്ലസ് V3. അതായത് നമുക്ക് ഉടൻ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ വെർബ് ചെക്ക് ചെയ്യും. ഇല്ലെങ്കിൽ നമ്മൾ വെർബ് ചെക്ക് ചെയ്യത്തില്ല. ഈ പറഞ്ഞ പോലത്തെ എന്താ സബ്ജക്റ്റ് വെർബ് ഓർഡറിന് പകരം വെർബ് സബ്ജക്റ്റ് ഓർഡർ കൊടുക്കും. ഇങ്ങനെയൊക്കെ തെറ്റിപ്പോവും. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഈസി. ഞാനിനി ഓക്കെ, അപ്പോൾ ഇതൊരു ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ എഴുതി. ഇതൊരു കോൺവെർസേഷൻ മോഡാണ്. അപ്പോൾ ഇതിനകത്ത് രണ്ടുപേര് തമ്മിലുള്ള കോൺവെർസേഷനാണ്, രാജുവും രവിയും. പക്ഷേ രാജു രവിയോട് ചോദിക്കുന്നത് രവിയെ പറ്റിയിട്ടല്ല, ശ്രദ്ധിക്കണം. ഡിഡ് മായ ഫുഗെറ്റ് ഹെർ ഫോൺ അറ്റ് ഹോം? മായയെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. രവി ആൻസർ ചെയ്യുന്നത് നോ ഷീ ഡിഡിൻറ്റ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നോക്കിക്കോ. രാജു ആസ്ക്ഡ് രവി. അപ്പോൾ രാജു രവിയോട് രവിയെക്കുറിച്ചല്ല ചോദിച്ചത്, ഓക്കെ, മായയെക്കുറിച്ചാണ്. സോ രാജു ആസ്ക്ഡ് രവി. നമ്മുടെ കണക്റ്റിംഗ് വേർഡ് എന്താണ്? ഇഫ്. ഓക്കെ, സ്വർണ്ണ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ നമുക്ക് ഡെഫിനറ്റായിട്ടും ഇഫ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇഫ് മായ, ഇവിടെ നമ്മൾ മായ എന്നുള്ള നൗൺ തന്നെ കൊടുക്കണം. ഓക്കെ, ഇഫ് മായ ഡിഡ് പ്ലസ് ഫൊർഗെറ്റ്, എന്താണ്? ഫൊർഗെറ്റ്, ഫുഗോട്ട്, ഫൊർഗോട്ടൺ. അപ്പം ഹാഡ്, മായ ഹാഡ് ഫുഗോട്ടൺ her phone at home. ഓക്കെ, അപ്പോൾ ഇവിടെ സാധാരണ തെറ്റിക്കുന്ന ഇഫ് ഹാഡ് മായ ഫൊർഗോട്ടൺ, അതായത് ഇഫ് കഴിഞ്ഞ ഉടനെ വെർബ് വരും എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്താൽ ഈ ക്വസ്റ്റ്യൻ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റിലായിരിക്കും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അത് വരാതിരിക്കാനുള്ള എളുപ്പ വഴി കണക്റ്റിംഗ് വേർഡ് കഴിഞ്ഞ ഉടനെ സബ്ജക്റ്റ് ഓർ സബ്ജക്റ്റ് പ്രോനൗൺ കൊടുക്കുക. അതിന് ശേഷം ഹാഡ് ഫൊർഗോട്ടൺ കണ്ണടച്ച് എഴുതിക്കോ, നിങ്ങളുടെ ആൻസർ
കറക്റ്റായിരിക്കും എന്ന് പറഞ്ഞാൽ ഹാഡ് പ്ലസ് V3. ഇവിടെ നമുക്ക് ഫുർഗെറ്റ് ആയതുകൊണ്ട് എല്ലാത്തിലും ഫുർഗോട്ടൺ എഴുതി വെക്കരുത്. സോ ഹാഡ് പ്ലസ് ഫുർഗോട്ടൺ ആർ ഫോൺ അറ്റ് ഹോം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ CBSE ICSE സ്റ്റേറ്റ് സിലബസുകാർക്ക് വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന V1 V2 V3 നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്യാം. അടുത്തൊരു ക്ലാസ്സിൽ ഞാൻ ഇതുവരെയും ചോദിച്ചിട്ടുള്ള അല്ല വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഈ വെർബ്, അതായത് അതാണല്ലോ മിസ്റ്റേക്ക് വരുന്നത്. V3 പലർക്കും ഇപ്പോഴും അറിഞ്ഞുകൂടാത്ത കുട്ടികളുണ്ട്, അല്ല തെറ്റിക്കുന്ന കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറേയധികം വേർഡ്സ് ഇത് ചെയ്യാം. അപ്പം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഞാൻ തരാം. നിങ്ങളതിൻ്റെ ആൻസേഴ്സ് കമൻറ്റ് ചെയ്യും, അതായത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ടൈപ്പ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന് ഡയറക്റ്റ് ഇങ്ങനെ ചോദിക്കുന്നത്, ഒന്നൊരു കോൺവെർസേഷൻ മോഡുമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ 2 നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുക. അതായത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഡു യു വിസിറ്റ് യുവർ ഗ്രാൻഡ് പാരൻസ് ലാസ്റ്റ് വീക്കെൻഡ്? മദർ സെഡ്. അപ്പം മദർ ചോദിക്കുമ്പം ഞാനാണ് ഇത് വായിക്കുന്നതെങ്കിൽ അത് എന്നോടാണെന്ന് അർത്ഥം. അപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ അമ്മ നിങ്ങളോട് ചോദിക്കുന്നതായിട്ട് സബ്ജക്റ്റ് പ്രോനൗൺ ആരാണെന്ന് മനസ്സിലാക്കി ചെയ്യണം. ഓക്കെ, അപ്പം മിയ എറി, 2 പേർ തമ്മിലുള്ള കോൺവെർസേഷൻ. മിയ എറിനോട് ചോദിക്കുന്നത് എറിനെ പറ്റിയിട്ടല്ല, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഡിഡ് ലൂസി ബേക്ക് ദ കേക്ക് ഫോർ ദ പാർട്ടി. അപ്പം അതാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ ഇഫ് ചേർക്കണം, ഹാഡ് പ്ലസ് V3 അങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നോക്കി വളരെ ശ്രദ്ധിച്ച് എഴുതിയിട്ട് ആൻസർ കമൻറ്റ് ചെയ്യും. ഓക്കെ, സീ ഇൻ ദ നെക്സ്റ്റ് ലെസൺ. ബൈ.